ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അംബ്രല്ല കട്ടിങ്ങിൽ വരുന്ന ഈ ഒരു പിനഫോറാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതിനാകെ കുറച്ച് അളവുകളെ ആവശ്യമുള്ളൂ. ഈ ഒരു 4 അളവും പിന്നെ നമ്മൾ ആ സ്ലീവിൻ്റെ കയ്യിന് എത്രയാണോ നീളം കൊടുക്കുന്നത് ആ ഒരു നീളം മാത്രമേ നമുക്ക് വേണ്ടിയുള്ളൂ. മെറ്റീരിയൽ മടക്കാൻ ആദ്യം നമ്മൾ രണ്ടാക്കി സാധാ പോലെ മടക്കുക, എന്നിട്ട് കോൺ ഷേപ്പിൽ മടക്കി കൊടുക്കുക. ഈ ഒരു ഡിസൈന് ഇവിടെ ഞാനൊരു പേപ്പറിലാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കറക്റ്റ് ഷോൾഡർ, ആ മോള്, ചെസ്റ്റ്, ഈ അളവൊക്കെ കറക്റ്റായിട്ട് ഞാൻ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ആ നോട്ടിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ചെസ്റ്റും ഷേപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഷേപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക, എങ്ങനെയാലും കുഴപ്പമില്ല. എന്നിട്ട് ആ ഷോൾഡർ എടുക്കുന്ന ഭാഗത്ത് നമ്മൾ നെക്ക് വിടുത്ത് എടുക്കുക. നെക്ക് വിടുത്ത് 3 എടുത്തു. ഇപ്പോൾ ഞാൻ ഇവിടെ 3 എടുക്കുന്നത്. നെക്ക് വിടുത്ത് 3 എടുത്തതിന് ശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ അവിടേക്കുള്ള സ്പേസ് എത്രയും നോക്കുക. എനിക്ക് ഇവിടെ 3 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ ആ ഒരു 3ൻ്റെ 1.5 ഇഞ്ചാക്കിയിട്ടാണ് എടുക്കുക. അതായത് അതിൻ്റെ നേരെ പകുതി ആക്കിയിട്ട് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 1.5 ഇഞ്ചിൽ നിന്ന് നേരെ താഴേക്ക് നമ്മൾ ആ സ്ട്രാപ്പിൻ്റെ നീളം എത്രയാണോ വേണ്ടത് ആ ഒരു നീളം എടുത്തിട്ട് ബാക്കി നമുക്ക് കഴുത്ത് എന്ത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഏരിയ സെയിം കറക്റ്റാക്കി വെച്ചിട്ട്, ഇത് കോണഭാഗത്താട്ടോ നമ്മളിത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ അറ്റം ഈ ഫോൾഡ് ചെയ്ത ആ ഭാഗത്തേക്ക് തന്നെ വരണം. ചെസ്റ്റിൻ്റെ അറ്റം നമ്മൾ ആ ഓപ്പണായി കിടക്കുന്ന ഭാഗത്തേക്ക് വരണം. ഭാഗം ഒരിക്കലും മാറാൻ പാടില്ല. ഭാഗം മാറിയാൽ നമ്മളെ വെട്ടി കഴിയുമ്പോൾ ഒക്കെ പീസായിട്ടായിരിക്കും കിട്ടുക. ഭാഗം മാറാണ്ട് നോക്കണേ. എന്നിട്ട് ഞാൻ ആ കറക്റ്റ് അളവിൽ അത് വരച്ച് കൊടുക്കുന്നുണ്ട്. ഷേപ്പിൻ്റെ ഭാഗം വരെയാണ് ഇവിടെ ഞാൻ വരയ്ക്കണത്. എന്നിട്ട് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്ത ഭാഗം വെച്ചിട്ട് അടിയിലേക്ക് നമുക്ക് എത്രയാണോ നീളം വേണ്ടത് ആ നീളത്തിനനുസരിച്ച് റൗണ്ടായിട്ടാണ് മാർക്ക് ചെയ്ത് വരിക കേട്ടോ. പിന്നെ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഫുൾ ലെങ്ത്ത് എടുക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്ത് 52 ആണെങ്കിൽ അതിൽ നിന്ന് ഞാൻ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് ഒരു 3 ഇഞ്ച് എടുത്തു. അങ്ങനെ ആകുമ്പം 52-ന്ന് 3 ഇഞ്ച് കുറച്ചിട്ട് 49 ഇഞ്ചാണ് ഉണ്ടാവുക. ഈ 49 ഇഞ്ചിക്ക് എനിക്ക് ടോട്ടൽ തയ്യൽ തുമ്പ് 1 ഇഞ്ച് മതി. അപ്പോൾ ടോട്ടൽ 50 ഇഞ്ച് മാത്രമേ നമ്മൾ ഫുൾ ലെങ്ത്ത് ആക്കി എടുക്കാൻ പാടുള്ളൂ. സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് കുറക്കാൻ മറക്കരുത്. അതിന് ശേഷം അവിടെ ഫുൾ ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ കണ്ടോ, ഇതേപോലെ ചെറിയൊരു റൗണ്ടിലാണ് കിട്ടിയത്. നമ്മൾ കോണാക്കി മടക്കിക്കൊണ്ടാണ് ആ ഒരു റൗണ്ടിൽ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും കോണാക്കി മടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പീസ് അവിടെ ഏപ്പ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ ഒരു സൈഡ് മാത്രമേ നമുക്ക് ഫുൾ ലെങ്ത്ത് കിട്ടുള്ളൂ, ബാക്കിയുള്ളൊരു സൈഡ് ഫുൾ ലെങ്ത്ത് കിട്ടൂല. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചതിൽ വേസ്റ്റ് പീസ് ഉണ്ടാവുമല്ലോ, ആ ഒരു പീസ് നമ്മൾ ഈ കിട്ടാത്ത ഭാഗത്ത് വെക്കുക. എന്നിട്ട് അടിയത്തെ പീസിൻ്റെ കറക്റ്റ് ലെങ്ത്തിൽ ജസ്റ്റ് ഒന്ന് അത് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതേപോലെ കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് ഷോൾഡർ ആമോളൊക്കെ ഉണ്ടല്ലോ, കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷേപ്പ് കട്ട് ചെയ്തിട്ട് അവിടുന്ന് നേരെ അടിഭാഗം വരെ ഞാൻ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിക്ക് മാക്സിമം വീതി എടുക്കണേ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ വീനക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഷേപ്പ് വീല് വരുന്നത് കേട്ടോ. എന്നിട്ട് അതേപോലെ തന്നെ മടക്കിയിട്ട് ആ സെയിം അളവിൽ ഞാനൊരു ലൈനിങ്ങിൻ്റെ പീസും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. ലൈനിങ്ങിൻ്റെ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് കഴുത്തടിച്ച് മറിക്കാനൊക്കെ സുഖമായിരിക്കും. പിന്നെ നമ്മൾ സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള അളവാണ് എടുക്കുന്നത്. സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. 6.5ൻ്റെ വീതി 1.5 ഇഞ്ച് വീതിക്കുള്ള 6.5 ഇഞ്ച് നീളമുള്ള പീസാണ് കട്ട് ചെയ്യുന്നത്. ഈ 1.5 ഇഞ്ച് വീതി നമ്മൾ പകുതിയാക്കി മടക്കും കേട്ടോ. അപ്പം ഒരു 3/4 ഇഞ്ച്, 1/2 ഇഞ്ച് അടിച്ച് കഴിയുമ്പോൾ 1/2 ഇഞ്ചൊക്കെ വരുള്ളൂ. അങ്ങനെ 2 പീസ് വേണം നമുക്ക്. സ്ട്രാപ്പ് മുന്നിലേക്കും അല്ല 2 സൈഡിലേക്കും വേണ്ടിയിട്ടുള്ള സ്ട്രാപ്പ് കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ചിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം അടിച്ചു കൊടുക്കേണ്ട ഭാഗം സ്ട്രാപ്പാണ്. സ്ട്രാപ്പ് ആ സൈഡ് നേരെ പകുതിയാക്കി മടക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട സ്ട്രാപ്പിന് എത്രയാണോ വീതി വേണ്ടത് ആ ഒരു വീതി എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നേരെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് വീതി എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇതിലെ സ്ട്രാപ്പ് നമ്മൾ സൂചി നൂലും വെച്ചിട്ട് മറിക്കൂലേ, അതേപോലെ മറിക്കുക ചെയ്യുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് കുറേ ഉണ്ടെങ്കിൽ നമ്മൾ അത് മറിക്കാൻ കറക്റ്റ് കിട്ടൂല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ അത് അടിക്കൂലേ, കയറൊക്കെ അടിക്കൂലേ, അതേപോലെ തന്നെ അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കുക. ഇതൊന്നുകൂടെ വൃത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ച് മറിക്കുന്നത്. അത്യാവശ്യം നല്ല റിസ്ക്കുള്ള പണിയാണ്. കാരണം കുറേ വട്ടം ഞാനിങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ നൂല് പൊട്ടിക്കുന്നത്. അപ്പം
അത് നല്ലോണം നോക്കി ചെയ്യണം. ഇതിൻ്റെ ഒരു ടൂൾ നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ വലിയ ഡോരിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൂൾ വെച്ച് കഴിയൂല. അതിൻ്റെ ഒരു സൈസ് വരെ ഉള്ളതും അതിൽ കുറവുള്ളതും കഴിയും. അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ ഇതേപോലെ 2 ഡോരി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യം ഞാൻ ചെയ്യുന്നത്, നമ്മൾ അടിയിൽ ഒരു ഭാഗം ഒരു സൈഡ് ഫുൾ ലെങ്ത്ത് കിട്ടാണ്ടിരുന്നില്ലേനു. അപ്പോൾ നമ്മളവിടെ ഒരു പീസ് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പീസിന് 2 സൈഡ് ഉണ്ട്. അതായത് അടിയിലത്തെ സൈഡ് ഒന്ന് റൗണ്ടായിട്ടാണ് ഉണ്ടാവുക, മുകളിലത്തെ സൈഡ് നേരെ ഉണ്ടാവുക. അപ്പോൾ ആ നേരെയുള്ള സൈഡാണ് നമ്മൾ ഈ ഒരു പീസ് നമ്മളെ ഫ്രോക്കിൻ്റെ പീസുമായിട്ട് ജോയിൻ ചെയ്യേണ്ടത്. അതിൻ്റെ ആ സൈഡ് നേരെ ആയിരിക്കും, നമ്മളെ പീസിൻ്റെ സൈഡ് നേരെ ആയിരിക്കും. സോ ആ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, മാറി സ്റ്റിച്ച് ചെയ്യരുത്. പിന്നെ ഈ 2 പീസിൻ്റെ നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിക്കാണ് ഞാൻ വെച്ചത്. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ആ വക്കൊന്ന് ഓവർലോക്ക് ചെയ്തിട്ട് ഞാൻ പ്രസ്സടി കൊടുക്കുന്നുണ്ട്. പ്രസ്സടി കൊടുത്താൽ കുറേയൊക്കെ പീസ് അവിടെ ഏപ്പുള്ളത് അറിയാണ്ട് നിൽക്കും. അപ്പം ഇവിടെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ 2 സൈഡും അടിച്ചിട്ടുണ്ട് കേട്ടോ. അടിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും റൗണ്ട് ഭാഗം അടിയിലേക്കാണ് വരിക. ഇനി നമ്മൾ അതിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ അടിച്ച് വെച്ച ആ ഡോരി ഞാൻ എവിടെയാണോ വരേണ്ടത് അവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ ആ കറക്റ്റ് ഷേപ്പിൽ നേരെ അടിച്ചു കൊടുക്കുക. നമ്മൾ നെക്കും ആം ഹോളും ഉള്ളിൽ കവർ ചെയ്യണം. ആ ഒരു രീതിക്ക് നേരെ അടിച്ചു കൊടുക്കുക. അത് അടിച്ചതിന് ശേഷം അവിടെ നേരെ മറിച്ചിട്ട് പ്രസ്സടി കൊടുക്കുക. ഇപ്പോൾ പ്രസ്സടി കൊടുക്കുന്നതാണുള്ളത്, മറ്റേത് ക്ലിപ്പ് മിസ്സായി പോയിക്കണത്, അത് കിട്ടിയിട്ടില്ല. അപ്പം കറക്റ്റ് ആ ഷേപ്പിൽ അടിച്ചിട്ട് നേരെ അവിടെ കറക്റ്റായിട്ട് വെട്ട് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ കഴുത്തിൻ്റെ വീനക്കാണ്, സോ വീൻ്റെ സെൻറ്ററിൽ അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വെട്ട് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് പ്രസ്സടി കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ വൃത്തിക്ക് തന്നെ കിട്ടും. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസും ചെയ്യണം. ബാക്ക് പീസ് ചെയ്യുമ്പോൾ 2ൻ്റെയും നല്ല ഭാഗം ഒപ്പം വയ്ക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് കയർ എവിടെയാണോ വേണ്ടത് അവിടെ വെച്ച് പിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഇതിൽ അടിക്കണത് എങ്ങനെയെന്ന് കറക്റ്റ് ഞാൻ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റാക്കി വെച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇവിടെ ഞാൻ ഇതിൻ്റെ സീം അലവൻസ് 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും കറക്റ്റ് ആ ഒരു 1/2 ഇഞ്ചിലാണ് അടിക്കുന്നത് കേട്ടോ. ഇത് എന്താ വെച്ചാൽ ഞാൻ ഇവിടെ 1/2 ഇഞ്ചും അടിയിലേക്ക് 1/2 ഇഞ്ചും അങ്ങനെയാണ് ടോട്ടൽ 1 ഇഞ്ച് എന്ന് പറഞ്ഞത് കേട്ടോ. അതിന് ശേഷം ഞാൻ സൈഡ് കൂട്ടുന്നുണ്ട്. ആകെ അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ ലൈനിങ് അതിൻ്റെ ഒരു സൈഡ് മടക്കി അടിച്ചിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിഭാഗം വരുന്ന ഭാഗം മടക്കി അടിച്ച് കൊടുക്കുക കേട്ടോ. ഞാനത് കോട്ടൺ ലൈനിങ് ആയിട്ട് പിന്നൊന്നും പോരില്ല, അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ സൈഡ് ഓവർലോക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അടിഭാഗം ഞാൻ റോൾ ഹെമ്മിങ് ആണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1/2 ഇഞ്ച് മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് സംഭവം നല്ല സുഖമാണ് അടിക്കാൻ. കട്ട് ചെയ്യുന്നിടത്ത് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ താങ്ക് യു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ എന്തായാലും മറക്കരുതേ. പിന്നെ നമ്മൾ ഡിസൈൻസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തൊക്കെ ഡിസൈൻസ് ആണ് കാണണമെന്നുള്ളത്, സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളത്, ആ ഡിസൈൻസൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതേപോലെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ പുതിയതായിട്ട് കുറച്ച് ഡിസൈൻസും കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത് ആക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. കുറേ ഡിസൈൻസ് വരുന്നുണ്ട്.